ഒരു അമാവാസി രാത്രി, കാറ്റുപോലും ഭയന്നു നിൽക്കുന്ന നിശബ്ദത. പെട്ടെന്നാണ് ആ പുരാതന ക്ഷേത്രക്കുളക്കരയിൽ നൂറ്റാണ്ടുകളായി ആരും ചൊല്ലാത്ത ആ ശ്ലോകങ്ങൾ മുടങ്ങാൻ തുടങ്ങിയത്. ആ ശബ്ദത്തെ പിന്തുടർന്ന് ചെന്നാൽ നമ്മളെത്തുക ആഴത്തിലേക്ക് വേരുകളിറക്കിയ ഒരു പഴയ ആൽമരച്ചുവട്ടിലാണ്. അവിടെ ഭസ്മഭൂഷ ശരീരവും കെട്ടുതീരാത്ത കനൽ പോലും ജ്വലിക്കുന്ന കണ്ണുകളുമായി ഒരാൾ നിൽപ്പുണ്ടാകും. ബ്രഹ്മരക്ഷസ്. ഒരു കഥ പറയാം. വെറുമൊരു പ്രേതമെന്നോ ഭൂതമെന്നോ വിളിച്ച് തള്ളിക്കളയാവുന്ന ഒന്നല്ല ഇത്. ഭയത്തോടൊപ്പം വലിയൊരു ആദരവോടെയാണ് കേരളീയർ ബ്രഹ്മരക്ഷസിനെ കാണുന്നത്. ബ്രഹ്മം എന്നാൽ ജ്ഞാനം, രക്ഷസ് എന്നാൽ ദുഷ്ടാത്മാവ്. ഗരുഡപുരാണം അനുസരിച്ച് വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതൻ തൻ്റെ അറിവ് ദുരുപയോഗം ചെയ്യുകയോ അഹങ്കാരം മൂലം മറ്റുള്ളവരെ ദ്രോഹിക്കുകയോ ചെയ്ത് അസ്വാഭാവിക മരണം വരിക്കുമ്പോൾ അവൻ ബ്രഹ്മരക്ഷസായി മാറുന്നു. പാണ്ഡിത്യമുള്ളതുകൊണ്ട് ഇവർക്ക് അതിശക്തമായ ആത്മീയ ശക്തിയുണ്ടാകും. പക്ഷേ സ്വഭാവം ക്രൂരമായിരിക്കും. ഇവർ അലയുന്നത് അഹങ്കാരികളെയും ജ്ഞാനത്തെ അപമാനിക്കുന്നവരെയും തേടിയാണ്. താൻ പഠിച്ച ഓരോ മന്ത്രങ്ങളും താൻ ചെയ്ത ഓരോ തെറ്റുകളും ഓർത്ത് അവർ നേറിക്കൊണ്ടേയിരിക്കും. കേരളത്തിലെ പല പുരാതന ക്ഷേത്രങ്ങളിലും നമ്മൾ ബ്രഹ്മരക്ഷസിനെ ആരാധിക്കാറുണ്ട്. കൃത്യമായ പൂജകളിലൂടെ കാവൽ ദൈവമാകുന്ന രൂപങ്ങൾ. എന്നാൽ ശിവഭക്തനായ വലിയൊരു തന്ത്രി തൻ്റെ അറിവ് ദുരുപയോഗം ചെയ്ത് അസ്വാഭാവികമായി മരണപ്പെട്ടാൽ എന്ത് സംഭവിക്കും? അവൻ രൂപാന്തരപ്പെടുന്നത് രുദ്രരക്ഷസ് എന്ന അതിഭയാനകമായ രൂപത്തിലേക്കാണ്. ഒടുങ്ങാത്ത കോപവും ശിവഭക്തിയും ചേർന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും ഭീകരമായ ആത്മാവ്. കേരളത്തിന് പുറത്തും ഈ ശാപത്തിൻ്റെ നിഴലുകളുണ്ട്. പുരാതന കാശിയിലെ വിശാലാക്ഷി ക്ഷേത്രം. അവിടുത്തെ ഒരു പുരോഹിതൻ ദേവിയുടെ തിരുവാഭരണങ്ങളും സ്വർണവും മോഷ്ടിക്കാൻ തുനിഞ്ഞു. ചോദിച്ചവരോട് അഹങ്കാരത്തോടെ അയാൾ പറഞ്ഞു, ഞാൻ ദേവിയെ സേവിക്കുന്നവനാണ്, അവൾ എനിക്കിത് കടപ്പെട്ടിരിക്കുന്നു. അന്ന് രാത്രി ക്ഷേത്രത്തിലെ വിളക്കുകളെല്ലാം ഒരുമിച്ച് നീല നിറത്തിൽ ജ്വലിച്ചു. പിറ്റേന്ന് രാവിലെ ദേവീ സന്നിധിയിൽ കരിഞ്ഞുണങ്ങിയ കൈകളിൽ ഉരുകിയ സ്വർണവുമായി ആ പുരോഹിതൻ മരിച്ചു കിടന്നു. ഇന്നും രാത്രികളിൽ ആ ക്ഷേത്രത്തിനുള്ളിൽ ഒരു നിഴൽ രൂപം കരഞ്ഞു പ്രാർത്ഥിക്കാറുണ്ടത്രേ, ക്ഷമിക്കണേ ദേവി എന്ന്. കാലം ചോള രാജവംശത്തിൻ്റെ സുവർണയുഗം. ജ്യോതിഷത്തിലും മന്ത്രതന്ത്രങ്ങളിലും പ്രാവീണ്യമുള്ള ഒരു രാജഗുരു. അദ്ദേഹത്തിന് ഒരു ഭ്രാന്തൻ ചിന്ത തോന്നി. മരണത്തിൻ്റെ ദേവനായ യമനെ മന്ത്രം കൊണ്ട് ബന്ധിക്കുക, മനുഷ്യർക്ക് അമരത്വം നൽകുക. പ്രപഞ്ച സന്തുലിതാവസ്ഥ തെറ്റിക്കരുതെന്ന് രാജാവ് വിലക്കിയിട്ടും അയാൾ കേട്ടില്ല. രഹസ്യമായി അയാൾ കർമ്മം തുടങ്ങി. പിറ്റേന്ന് രാവിലെ കണ്ടത് ചാരത്തിന് നടുവിൽ കണ്ണു തുറന്ന് വായ മരവിച്ച് മുട്ടുകുത്തി നിൽക്കുന്ന അയാളുടെ ശവമാണ്. യമനെ തടവിലാക്കാൻ നോക്കിയ മഹാമാന്ത്രികൻ ഇന്നും ആ പഴയ ചോള ക്ഷേത്ര അവശിഷ്ടങ്ങൾക്കിടയിൽ മരണത്തിൻ്റെ തടവുകാരനായി അലയുന്നു. അറിവോ പണമോ കൂടുമ്പോൾ മനുഷ്യൻ പ്രകൃതി നിയമങ്ങൾക്ക് മുകളിലാണെന്ന് ചിന്തിക്കും. അങ്ങനെ അതിര് കടക്കുന്നവരെ നിലയ്ക്ക് നിർത്താൻ കാലം കാത്തുവയ്ക്കുന്ന വന്യമായ നീതിപീഠങ്ങളാണ് ഇവയെല്ലാം. സത്യത്തിൽ ബ്രഹ്മരക്ഷസ് എന്നത് വെറുമൊരു കഥയല്ല, അതൊരു മുന്നറിയിപ്പാണ്. വിനയമില്ലാത്ത ബുദ്ധി അപകടമാണെന്നും അനുകമ്പയില്ലാത്ത ശക്തി വിനാശമാണെന്നുമുള്ള വലിയൊരു ഗുണപാഠം. അടുത്ത തവണ അമാവാസി രാത്രികളിൽ പഴയ ക്ഷേത്രങ്ങളുടെയോ ആൽമരങ്ങളുടെയോ അരികിലൂടെ നടക്കുമ്പോൾ വായുവിൽ ഒരു സംസ്കൃത ശ്ലോകം കേൾക്കുന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട. അത് ആ ബ്രഹ്മരക്ഷസ് താൻ ചെയ്ത പാപങ്ങൾക്ക് പ്രകൃതിയോട് മാപ്പ് ചോദിക്കുന്നതായിരിക്കാം.